നല്ല ക്രീമി ആയിട്ടുള്ള കോളിഫ്ലവർ സൂപ്പ് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാലൊക്കെ കൂടെ ചേർത്താണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെ വളരെ എളുപ്പം തന്നെ നമുക്ക് കോളിഫ്ലവർ വെച്ച് സൂപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടേബിൾ സ്പൂൺ വെണ്ണയും ചേർത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 അല്ലി വെളുത്തുള്ളിയും 1 സവോളയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. സവോള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1-2 വഴണയില, ചെറുതാണെങ്കിൽ 2 എണ്ണം ഇടുക, വലുതാണെങ്കിൽ 1 എണ്ണം ഇടുക. അതിൻ്റെ മണം നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിരിക്കുന്നത്. മൈദപ്പൊടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്ന ആ സമയമാകുമ്പോൾ ഒന്ന് ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ ശകലം ഉപ്പ് ചേർത്തിട്ട് കോളിഫ്ലവറിൻ്റെ കഷ്ണങ്ങൾ അതിൽ ഒരു 5 മിനിറ്റ് മുക്കി വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്നും മാറ്റി ഇതിലേക്ക് ചേർത്താൽ മതി. കോളിഫ്ലവർ ക്ലീൻ ചെയ്യാതെ നമ്മൾ കറിയിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൂടെ മണത്തിന് വേണ്ടി ഇപ്പം സെലറി ഉണ്ടെങ്കിൽ സെലറി ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെപ്പോഴും കിട്ടുന്ന മല്ലിയുടെ തണ്ട് ചേർത്ത് നന്നായിട്ട് കോളിഫ്ലവർ വേകുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് കഴിയുമ്പം അതിൽ നിന്ന് വഴണയില മാറ്റി വെച്ചിട്ട് കൂട്ട് തണുപ്പിച്ചിട്ട് ഒന്നുകിൽ മിക്സിയിൽ അടിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ചൂടോടുകൂടെ തന്നെ നമുക്കത് ഇതുപോലെ അടിച്ചെടുക്കാം. മിക്സിയിലാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല കട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സോസ് പോലെ നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ എത്രയാണോ അയവ് വേണ്ടത് അതിന് വേണ്ട പാല് ചേർക്കുക. കുറച്ച് തിന്നായിട്ട് മതി എന്നുണ്ടെങ്കിൽ കൂടുതൽ പാല് ചേർക്കുക. കുറച്ച് സൂപ്പിയായിട്ട് ക്രീമി ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാല് ചേർക്കുക. പാല് ചേർത്തിട്ട് ഒന്നും കൂടെ ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജാതിക്കയുടെ പൊടി ചേർക്കാം. നല്ലൊരു മണം കിട്ടും സൂപ്പിൽ. കൂടെ സ്വാദിനാവശ്യമുള്ള ഉപ്പും, ഇപ്പം ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്തിന് എരിവിന് എത്ര വേണോ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ചേർത്ത് കഴിക്കാവുന്നതാണ്. എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിക്കുന്ന സമയത്ത് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടെ പാലൊഴിക്കാം. ഇതിപ്പോൾ കറക്റ്റ് സൂപ്പിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ നമുക്ക് വിളമ്പാവുന്നതാണ്. കോളിഫ്ലവർ വെച്ച് ഇപ്പം ഇതിൽ ഫ്രഷ് ക്രീമൊന്നും ചേർത്തിട്ടില്ല. അത് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് അതും കൂടെ ചേർക്കാം. ഈ രീതിയിൽ കോളിഫ്ലവർ സൂപ്പ് തയ്യാറാക്കി നോക്കുക.